Good morning, sir. Yes, good Good morning, morning, sir. sir. Morning, Akila. Good morning, sir. Yes, Vijay Lakshmi, good morning. Good morning, sir. Okay, Rinda, good morning. Roshini, good morning. Good morning, sir. Okay, Sri Lakshmi, good morning. Good morning, sir. Okay, Jarusha, morning. Good morning, sir. Arya, good morning. Yes, ആരാണ് prayer? Sir, ഞാനാണ് prayer പാടുന്നത്. Okay, പറയാം. സുരമ്യ. Okay, ഞാൻ പാടുക. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കളങ്ങളും അറിവിൻ കളങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനേ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകി, നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനേ. അനുദിനം അനുദിനം നിന്നിൽ അടുക്കുന്ന പാദങ്ങൾ നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ തൻ തെറ്റുകളെല്ലാം പൊറുത്തു നീ കാത്തുകൊള്ളിടണേ നീതിമാനേ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനേ. അടിയങ്ങൾ കേകണേ തമ്പുരാനേ. അടിയങ്ങൾ കേകണേ തമ്പുരാനേ. താങ്ക് യു സർ. Okay, Surendra, very good, very beautiful. Yes. ഇനി signing on. സാർ സൈനിങ്. ആരാണ്? ശരി. Okay, Roshni. Good morning, sir, and good morning, my dear friends. Today's headline news is Gujarat government plans Operation Sindoor Memorial Park near Pakistan border in Kutch. Tesla not keen to manufacture in India, other measures interested minister. Expect trade deal with the India in not too distant future as Commerce Secretary. From 12 students to over 1,200 inside the new campus of Nalanda University. Magnus Carlsen, maybe I should totally stop playing classical chess. Thank you. Signing by Roshni. Okay, Roshni, very good. Yes. Any thought of the day for action song, anything? Sir, thought of the day. Okay, Rija. Okay, good morning, friends. Good morning, sir. Yes. Let's think about it. If they say it is impossible, remember that it is impossible for them, not for you. Be positive. Have a good day. Thank you, sir. Okay, very good.
യെസ്. ഓക്കെ, അപ്പൊ ഇന്നലെ ചാറാമ്മന്റെ ഒരു ക്ലാസ് അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടി വന്നതുകൊണ്ട് അവിടെ ചെറിയൊരു മിസ്സിങ് വന്നതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വരാനിരുന്നത്, പകരം ഇന്ന് വന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഏതാണ്ടൊക്കെ റെഡിയാക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ഡയലോഗ്, ഒരു വിഷയം തന്നിട്ട് ആ വിഷയത്തിന്റെ അടിസ്ഥാനമാക്കി നമുക്ക് ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. Am I right? സുരമ്യ, ഇല്ലേ? സാർ, മറന്നുപോയോ സുരമ്യ? അയ്യോ ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ് കയറിയില്ലായിരുന്നു സാർ. ഇപ്പൊ സാറ് വരുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ 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 ഓക്കെ, യെസ്. ഓർക്കുന്ന ആരെങ്കിലും പറ. സബ്ജക്റ്റ് ഒന്നും തന്നില്ലായിരുന്നു സാർ. സബ്ജക്റ്റ് തന്നിട്ട് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനല്ലേ സാറ് പറഞ്ഞേ? നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞേ? അതെ, സബ്ജക്റ്റ് തന്നില്ലേ? ഇല്ല, സബ്ജക്റ്റ് ഓൺ ദ സ്പോട്ടിൽ തരാന്നല്ലേ പറഞ്ഞേ? സബ്ജക്റ്റ് തന്നില്ലല്ലോ. സബ്ജക്റ്റ് തന്നില്ലേ? സാർ അന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞാല് ഇപ്പൊ ഇവിടെ വെച്ച് പറയുന്നില്ല, അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. ഒരു വെടിക്കുള്ള മരുന്ന് എപ്പോഴും കയ്യിൽ വേണം, എവിടെങ്കിലും പോകുമ്പോ അതൊക്കെ വെക്കണം എന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞതാ. ഓ, കറക്റ്റ് വാക്കുകൾ എടുത്ത് വെക്കുകയാണ് അല്ലേ റീജ? അത് നല്ല ഓർമ്മയുണ്ട്. യെസ്, ഓക്കെ 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 ഓക്കെ. ഇതെന്ത് ചെയ്യുന്നു റീജ? റീജ എന്നിട്ട് വേറെ ആരെങ്കിലും ഉപദേശിക്കുന്ന സമയത്ത് ഈ സാധനം എടുത്തിട്ട് തീർച്ചയായും സാർ. നമുക്ക് വെടിക്കുള്ള മരുന്ന് എപ്പോഴും കയ്യിൽ വെക്കണ്ടേ എന്ന് പറയും. അപ്പോ അതിലെന്ത് പറയും? റീജ വളരെ നല്ല ചിന്തിക്കുന്ന കൂടിയാണ്. ഇത് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എപ്പോഴും ഒരു ടാർഗറ്റിനുള്ള നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു വിഷയം പറയാം, വെരി സിമ്പിൾ ആയിട്ടുള്ള വിഷയം. അപ്പൊ ഞാനേ മറ്റേ ക്ലാസ്സിലായിരിക്കും പറഞ്ഞിരുന്നത്, ഒരു വിഷയം നിങ്ങളോടായിരിക്കില്ല, അപ്പൊ അതായിരിക്കും എനിക്ക് കൺഫ്യൂഷൻ പറ്റിയത്. ഓക്കെ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. നമുക്ക് രണ്ട് രീതിയിലുള്ള വിവാഹങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ സ്നേഹിച്ച് നമുക്ക് വിവാഹം. ഇത് സാർ മുമ്പ് ഞങ്ങൾക്ക് ഒരു ഡിബേറ്റിൽ തന്ന വിഷയമല്ലേ സാർ? ഇത് കഴിഞ്ഞു. പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട്. ഇത് ഇങ്ങോട്ട് പറഞ്ഞോ? ഇല്ല പറഞ്ഞില്ല. പറഞ്ഞു. അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഏറ്റവും അവസാനം സാറ് ചോദിച്ചായിരുന്നു നിങ്ങൾ ഏതാ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കണം. അത് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒരു ക്ലാസ്സിൽ. അത് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. യെസ്, അപ്പൊ അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഞാൻ പറയുന്നു, ഒരു സീരിയൽ പ്രോബ്ലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഇല്ല. നോ സാർ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. യെസ്, അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാണോ? ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞതാണല്ലോ ഈ ലവ് മാരേജിനെ കുറിച്ച്. യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ പറയാതിരുന്ന മറ്റേ ക്ലാസ്സുകാരായിരിക്കും. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് വരാം. അപ്പൊ ഇപ്പോ ഞാൻ പുതിയൊരു വിഷയം നിങ്ങളോട് പറയുന്നു. ആ വിഷയം ഇതാണ്. നമ്മുടെ കുറച്ചു നാളിന് മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേം കുമാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പൊ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഇതായിരുന്നു: സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷകരമാണ് എന്ന് ഒരു പ്രസ്താവന പുള്ളി പറഞ്ഞു. സീരിയലുകൾ ജസ്റ്റ് ലൈക്ക് ആൻ എൻഡോസൾഫാൻ എത്ര മാത്രം വിഷമയമാണോ അതുപോലെ തന്നെയാണ് സീരിയലുകൾ എന്ന് പറയുന്ന ഒരു പ്രസ്താവന പുള്ളി ഈ അടുത്ത കാലത്ത് നടത്തി. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ അദ്ദേഹത്തോട് യോജിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം സീരിയലുകളെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല, വെറുതെ സമയം കളയാന്നുള്ളതുള്ളൂ. പല കുടുംബങ്ങളിലെയും ബന്ധങ്ങൾ തമ്മിലുള്ള ആ വിള്ളല് കുറച്ചുകൂടി കൂടുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒഴിവാക്കേണ്ടതാണ് എന്ന അഭിപ്രായം. ഒരു മെസ്സേജ് പോലെ അതിനകത്ത് വരുന്നില്ല. പിന്നെ ഒരു സീരിയൽ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്നത് അവസാനിക്കുമെന്നും പറയാനും പറ്റില്ല. സിനിമയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കും. ഇത് അവസാനിക്കുമെന്ന് എപ്പോഴാണെന്ന് പറയാനും പറ്റില്ല. അപ്പൊ അങ്ങനെ അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് സീരിയൽ നിരോധിക്കണം, അല്ലെങ്കിൽ സീരിയല് എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്നുള്ള പ്രേംകുമാറിന്റെ അഭിപ്രായം ശരിയാണ് എന്ന് കുറച്ച് പേരുണ്ട്. ഈ വേറെയും കുറച്ച് പേരുണ്ട്. അവര് ഈ അഭിപ്രായത്തോട് വിയോജിച്ചിട്ടുള്ള അഭിപ്രായമാണ്. സീരിയല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളില് വീണ്ടും പുറത്തു പോകാൻ സാധിക്കാത്ത ഗ്രാൻഡ് മദർ, അവർ അങ്ങനെയുള്ളവർക്ക്
അല്പസമയം ഒരു ആനന്ദം കിട്ടുന്ന സംഗതിയാണ് സീരിയലുകൾ. സീരിയൽ എന്ന് പറയുമ്പോൾ അതൊരു കലാസൃഷ്ടിയാണ്. അതിനെ അതിൻ്റെതായ രീതിയിൽ കണ്ടാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് എന്നെ കാണേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ സീരിയൽ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ്. അത് അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, അഭിനയിക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, അഭിനയിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ വാഹനം ഓടിക്കുന്നവര്, അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട്ലി ഇറ്റ് ഗിവ്സ് എംപ്ലോയ്മെന്റ് ടു മെനി പീപ്പിൾ. ധാരാളം ആളുകൾക്ക് അത് ജോലി കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള സംഗതിയൊക്കെ ഉള്ളത് കൊണ്ട് അത് നിരോധിക്കേണ്ടതില്ല എന്ന അഭിപ്രായം കൂടി വന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ തിക്താനുഭവം സ്വന്തം വീട്ടിൽ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. യെസ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കും. എന്നിട്ട് എന്തുകൊണ്ട് യോജിക്കുന്നു എന്നുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് വിയോജിക്കും. വിയോജിച്ചിട്ട് അത് എന്തുകൊണ്ട് വിയോജിക്കുന്നു എന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഇത് പറയുന്നത് തുടങ്ങുമ്പോൾ പറയാം, ഐ പ്രിഫർ വിത്ത് ദി ഒപ്പീനിയൻ ഓഫ് പ്രേംകുമാർ. എന്നിട്ട് എന്തുകൊണ്ട്, വൈ നിങ്ങൾക്ക് പറയുന്നു. അല്ലെങ്കിൽ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദി ഒപ്പീനിയൻ ഓഫ് പ്രേംകുമാർ, വൈ, എന്തുകൊണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആ വിഷയത്തിൽ ഊന്നിയിട്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. റീജയെ തന്നെയാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നത്. റീജ ഒന്ന് റെഡി ആയിക്കോളൂ. അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ്, സീരിയലുകൾ പ്രേംകുമാർ അഭിപ്രായം പറഞ്ഞതുപോലെയുള്ളതാണോ, അല്ലെങ്കിൽ പ്രേംകുമാർ അഭിപ്രായം പറയാത്ത, പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് എതിരഭിപ്രായം പറഞ്ഞ ആളുകൾ പോലെയുള്ളതാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾ ആ മെയിൻ പോയിന്റ് മാത്രമേ ഉള്ളൊന്നും എഴുതണ്ട. മെയിൻ പോയിന്റ്, വൈ, എന്തുകൊണ്ട്. എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ ചില വിഷയങ്ങളിലേക്കാണ് ഊന്നി നിന്നുകൊണ്ട് ആ വിഷയത്തിന് ബേസ് ചെയ്തിട്ട് പറയണം. വൈ, എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് മാത്രമാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. വൈ, എങ്ങനെ, അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കും, വൈ, എന്തുകൊണ്ട്. നമുക്ക് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആവും. യെസ്, അപ്പൊ നമ്മൾ പറയുന്നത് ഐ പ്രിഫർ or I don't agree with the opinion of Premkumar because. Okay, Rija, are you ready? Yes. Okay, sir. Okay, very good, Rija. I appreciate your mind to talk first. Okay. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ആൾ പറയാം, ഞാൻ റെഡി, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തർ വിളിക്കണ്ടേ, വിളിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് തെറ്റായിക്കോട്ടെ, ശരിയായിക്കോട്ടെ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരിയായ അഭിപ്രായം വേറെ ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വിഷയം പറഞ്ഞതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ റീജ തുടങ്ങി വെക്കുകയാണ്, whether serial is dangerous or not dangerous. Okay, അതോളൂ റീജ. I think, sir, I am absolutely agree with that opinion. I am not a serial viewer. Yes. So I don't like the serial. It is lot of waste of time. Yes. Effort. We are the most people watching serials. It's starting become 7 p.m. to ending the at last 10 p.m. in the night. Yes. I think, sir, it's give most negative image in the audience. Yes. They give the little bit tips like mother-in-law and her daughter, how to fight most properly, Yes. how to make a problem in the kitchen, Yes. how can catch the audience, how to Yes. wear a new saree, Yes. something dress ornaments. They influence the audience most, sir. Yes. Sir, you're Okay. running ഓക്കെ വെരി ഗുഡ് റീജ ചുരുങ്ങിയ സമയത്തിൽ നിന്നാണെങ്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഐ തിങ്ക് യുവർ ഒബ്സർവേഷൻ വളരെ നല്ലതാണ്. യു ആർ വെരി ഗുഡ് ഒബ്സർവർ. കാര്യങ്ങൾ റീജ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ റീജ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. അതുപോലെ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, പറയാം സർ. ഓക്കെ ഒരു ചാൻസ് കൂടി റീജയ്ക്ക് ഞാൻ കൊടുക്കുന്നതാണ്. യെസ്, ഓക്കെ വെരി ഗുഡ് യെസ്. ഫസ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി ആലോചിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. ഓക്കെ വെരി ഗുഡ് ഐ വിൽ ഗിവ് യു വൺ മോർ ചാൻസ്. യെസ്, ഈ ആരാണ് പറയുന്നത്? സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് ധൈര്യം.
ഓക്കെ അമൃത, ഞാൻ വിചാരിച്ചിരുന്നു അമൃത വരുമെന്ന്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇടയ്ക്ക് വളരെ ധൈര്യം കാണിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അമൃത പറഞ്ഞോളൂ. Sir, I am also agreed with his opinion because serial just spread bad things only. I think so, and it will affect the daily life of housewives. For example, my grandma is just addicted to this, and she's just thinking like that. The story is real, the characters are real, and she's just live in that. So that we can understand the fact is that it will not create any positive vibes. So I just agreed with his opinion. Okay, very good. Amrita, very good English. Very good. Yes, അവരുടെ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. My grandmother lives in it. എന്റെ അമ്മൂമ്മ ജീവിക്കുന്നതിന് അതിന്റെ അകത്താണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അമൃത, വെരി ഗുഡ്. യെസ്, ഇനി ഞാനാണ് പറയുന്നത്. യെസ്, വിജയലക്ഷ്മി. ഇല്ല, ഞാൻ വരാം. അഖില. യെസ് സാർ. പറഞ്ഞോളൂ അഖില പറഞ്ഞോളൂ. അഖിലയുടെ അഭിപ്രായം എന്താണ്? Sir, I prefer the opinion of Prem Kumar is right because serials convey the family relationship. Family relationship is misleading. Yes. And because in mother-in-law and daughter-in-law are in the same pattern in all the serials. Yes. Okay. Correct. Because I don't like serials, sir. Yes. I prefer more entertainment programs, including the TV. Okay. That's it, sir. Okay. അഖില, ഞാൻ ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ ചോദിക്കുകയാണ്. അഖിലക്ക് ഒരു സീരിയൽ അഭിനയിക്കാനായിട്ട് ഒരു ഓഫർ വന്നു, 10,000 rupees per day. That will be provided to you. അപ്പൊ ഞാൻ ചോദിച്ചതാണ്, will you receive the offer or not? No, sir. I don't want to acting because I'm a singer. I want to singing. You want to sing? Yes. Or do you want to act? Okay. Sir, serials are all serials not this like this, but I don't want to this type of serials. Okay. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സീരിയൽ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള നല്ല നടന്മാർക്കൊക്കെ 20 രൂപയൊക്കെ ഒരു ദിവസം വെച്ചാണ് കൊടുക്കുന്നത് എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ അതിൽ നിന്ന് കുറച്ചതാണ്, ഫ്രഷ് ആയതുകൊണ്ട് 10,000 per day ആക്കി. അപ്പോ ഒരു മാസം അവര് പറഞ്ഞത് 20 ദിവസം ഉണ്ടാവും. 20 ദിവസം കഴിയുമ്പോൾ 10 ദിവസം അവധിയാണ്. 10 ദിവസം കുഴപ്പമില്ല, വീണ്ടും വരുമ്പോ വീണ്ടും പോകുന്നു. യെസ്, ഓക്കെ. അപ്പൊ ഓക്കെ അഖില, യു ടോൾഡ് യുവർ ഒപ്പീനിയൻ. യെസ്, റോഷിനി കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ട് വരാട്ടോ. ഇതിന്റെ റെഡി ആയിക്കോ. യെസ്, പറഞ്ഞോളൂ റോഷിനി. I agree with the opinion of Prem Kumar. Serial is not good, but housewife find relief in this serial. Family prayer importance this society. That time people watched the useless series. I don't like serial. That time spend your family and dinner with us. Yes. Okay. ഇത് കറക്റ്റ് ആരും പറയാത്തൊരു പോയിന്റ് ആണ് പറഞ്ഞത്. ഫാമിലി പ്രയറിന്റെ നേരമാണ് സീരിയലിന് പോകുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, റോഷിനി ഒരു പക്ഷേ വീട്ടിൽ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും റോഷിനിയെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. No, sir. ഇവിടെ only സഫാരി ആൻഡ് ന്യൂസ് അതേ ഉള്ളു. ഓക്കെ, വെരി ഗുഡ്. യെസ്. റിൻഡ പറഞ്ഞോളൂ. ഓക്കെ. ഐ വിൽ കം. സുരമ്യയിലോട്ട് വരാം. സുരമ്യ, ഗെറ്റ് റെഡി. റിൻഡ കണ്ടിന്യൂ. റിൻഡ എന്താ പറഞ്ഞ? സാർ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ഒന്നുകൂടി ആലോചിക്കട്ടെ. അപ്പൊ റിൻഡക്കും റീജക്കും. ഓക്കെ. ജെറൂഷയിലോട്ട് ഞാൻ വരാം. ഓക്കെ, സുരമ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെറൂഷയിലോട്ട് വരാം കേട്ടോ. യെസ്, സുരമ്യ പറഞ്ഞോളൂ. സുരമ്യ, what is your opinion about the serial? Sir, I agree with the opinion of Prem Kumar. Yes.
It will effective life. My mother also watching serial. Yes. But അതുകൊണ്ട് because I'm not watching any movie or songs. Yes. പിന്നെ എന്താ പറയണത് കിട്ടിയില്ല, ഇത്ര എഴുതാൻ പറ്റുള്ളൂ. എഴുതി വെറുതെ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഐ ഡോണ്ട് വാച്ച് TV, സീരിയൽ ഫോർ സോങ്. ഓക്കെ. മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ, എന്റെ ഇൻട്രസ്റ്റ് ഒരു ഫീൽഡ് പറഞ്ഞോ. മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ My interesting sing songs, watching songs. വാച്ചിങ് സോങ് ആൻഡ് സിംഗിങ് സോങ്. Am I right? Yes, sir. Which type of songs you sing? Sir? എങ്ങനെയുള്ള പാട്ടുകളാണ് പാടുന്നത്? Melody. മെലഡി സോങ്സ് ആണ്. Yes, sir. ആര് സംഗീതം കൊടുത്ത മെലഡി സോങ്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം സുരമ്യക്ക്? മ്യൂസിക് കമ്പോസർ. അങ്ങനെ പ്രത്യേകിച്ച് സോറി ഇംഗ്ലീഷ് അങ്ങനെ പ്രത്യേകിച്ച് പ്രിഫർ ചെയ്ത ആൾക്കാരൊന്നുമില്ല. എനിക്ക് ഇഷ്ടം തോന്നുന്ന സോങ്സ് എല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് ഇഷ്ടം തോന്നിയ സോങ് ഏതാണ്? മിന്നൽ വള എന്നുള്ള സോങ് സാർ, ന്യൂ ഫിലിം. ഓക്കെ, അതിന്റെ 4 വരി പാടും. അയ്യോ സാറേ, സോറി, ഞാനൊന്ന് ലൈനൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ലൈവ് പഠിക്കാനായിട്ട് ഞങ്ങള് റിൻഡയുടെ ടോക്ക് ടൈമിലൊക്കെ അവസരം തരാം. അത് നോക്കി വെച്ചു. അഖില അല്ലെങ്കിൽ അഖില പാടും. അഖില റെഡി ആയിക്കോട്ടെ. അഖില പാടും. അഖില നമ്മൾ വിളിക്കുന്നുണ്ട്. യെസ്, അഖില പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞാണ് മൈ പ്രിഫറൻസ് ഈസ് ഇൻ ലിസണിങ് സോങ്. ഓക്കെ, ജെറൂഷ പറഞ്ഞോളൂ. ജെറൂഷ. Yes, sir. ജെറൂഷ അഭിപ്രായം പറയുക. അത് കഴിഞ്ഞ ശേഷം ആര്യയിലോട്ട് വരാം. ഓക്കെ, ജെറൂഷ പറഞ്ഞോളൂ. Sir, I prefer Prem Kumar's opinion is right. Yes. Because serial life and real life is very different. Yes. I don't like to see serials. Yes. I like to hear Hindi songs. Oh, very good. You like Hindi song? Yes, sir. Yes. Very good, very good. Yes. Why did you like Hindi song? You don't like Malayalam and Tamil? In the Hindi, I like. Sir, can I tell in Malayalam? Okay. Sir, എനിക്ക് ഹിന്ദി സോങ്സ് ഭയങ്കര ഇഷ്ടം. മലയാളം സോങ്സ് ഇഷ്ടമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ജെറൂഷ ഒരു ഹിന്ദി സോങ്ങിന്റെ 2 വരിയോ 3 വരിയോ ഒന്ന് പാടും. സാറേ എനിക്ക് ആലോചിക്കണം ഒരു മിനിറ്റ്. ഓക്കെ, ആലോചിക്കാൻ ഞാൻ ജെറൂഷക്ക് ഒരു 10 മിനിറ്റ് സമയം തരും. ജെറൂഷ ആലോചിച്ചോളൂ. ജെറൂഷ ഓക്കെ. യെസ്, ആലോചിച്ചോളൂ. യെസ്, ആര്യ പറഞ്ഞോളൂ. ആര്യ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? ഇനി ആർക്കെങ്കിലും ഇടയ്ക്ക് കയറി പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് പറയാം. ആര്യ. ആര്യയുടെ അഭിപ്രായം പറയുന്നു. ആര്യ കഴിഞ്ഞാൽ ശ്രുതിയിലേക്ക് വരാം. ശ്രുതി ഗെറ്റടി. ഓക്കെ, പറഞ്ഞോളൂ ആര്യ. I don't know about the kind of serial, but because I am not watching most of serials are not that misquote. Yes. You like my favorite Malayalam movie? Yes. Okay. You like to watch only the Malayalam movie. Okay, Arya. Very good. Okay. Yes. Sudhi. Yes. Sudhi വരുമെന്ന് വിശ്വസിക്കാം അല്ലേ? നുസ്രത്ത്. സാർ ഞാൻ പറയാം. യെസ്, റിന്റെ പറയുക. റിന്റെ പറയാന്ന് പറഞ്ഞാണ്. പറഞ്ഞോട്ടെ. I don't agree with the opinion. Serial is very bad. I don't think the serial is I do not think the serial is entertainment. Yes. It's just a way to waste our time. Yes. Our mind creates negative energy instead of happiness. Yes.
in some families, it can even lead to fights. Yes. We can see the serial, we can become addicted. Yes. Yes, sir. Okay, Trevor. Okay, very good, very good. Okay. That is the serial leads to some fight in the family. Okay. ചില കുടുംബങ്ങളിൽ ഒരു ഫൈറ്റിന് കാരണമാകുന്നു അല്ലെ? ഫൈറ്റിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പറയുന്നത് എന്തായിരിക്കും? നീ ആ സീരിയലിലെ ഇന്ന കഥാപാത്രത്തെ പോലെയാണ് പെരുമാറുന്നത് എന്നായിരിക്കും പറയുന്നത്. യെസ്, ഓക്കെ. നുസ്രത്ത്, വിജയലക്ഷ്മി അറിയുന്ന ഞാൻ പറയാം. നേരത്തെ വിജയലക്ഷ്മി വന്നില്ല, അത് കഴിഞ്ഞതിന് ശേഷം നുസ്രത്തിലോട്ട് വരട്ടോ. എനിക്ക് പെട്ടെന്ന് ഞാൻ പറയാം. I agree with the actor's opinion. Prem Kumar's opinion. Yes. Actors. In that fight between family members is not good. Yes. Previously, the clashes were between elders. Yes. In serial. Yes. But nowadays, that comes between children also. Yes. That send bad message. Yes. Also, their costumes are not realistic. Yes. Very good. Your opinion is very good. Okay. Yes. Okay, Tarun sir. Okay. Very good. നമ്മള് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് രണ്ട് പോയിന്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്ന്, മുമ്പെല്ലാം ഒരു പക്ഷേ ഇത് മുതിർന്നവരിലായിരുന്നെങ്കിൽ now there is a conflict between the students അല്ലെങ്കിൽ between among the children, കുട്ടികളുടെ ഇടയിലേക്കും ഒരു കോൺഫ്ലിക്റ്റ് വരെയാണ്. കാരണം രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടറായിട്ട് രണ്ട് ചെറിയ കുട്ടികളുണ്ട്. യെസ്, അത് അതിന്റെ ഒരു റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അത് കാണുന്ന കുട്ടികൾക്ക് അതൊരു അഡിക്റ്റ് ആവാനും സാധ്യത. ഓക്കെ, അത് വളരെ. പിന്നെ ഒരു കാര്യം പറഞ്ഞ് ശരിയാണ്, റിയലിസ്റ്റിക് അല്ല. കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും കൊടുത്തിരിക്കുന്ന സാരി എന്തായിരിക്കും? പട്ട് സാരി ആയിരിക്കും അല്ലെ? ഫുൾ കോസ്റ്റ്യൂമിലായിരിക്കും. യെസ്, ദാറ്റ് ഈസ് വളരെ റിയലിസ്റ്റിക് അല്ല, അത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതല്ല. യെസ്, ഓക്കെ. വിജയലക്ഷ്മി, യുവർ ഒബ്സർവേഷൻ ഇസ് വെരി ഗുഡ്. ഈ കുട്ടികളെ തമ്മിൽ ഇത് കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ, അങ്ങനത്തെയും കൂടി സീരിയലിൽ കാണിക്കുമ്പോ. യെസ്, ഓക്കെ. നുസ്രത്ത് പറഞ്ഞു. നുസ്രത്ത് പറഞ്ഞാല് ഗാഥയിലോട്ട് വരട്ടെ. ഗാഥ, ഗെറ്റ് റെഡി. I agree with Prem Kumar said. Yes, എല്ലാവരും പ്രേം കുമാർ സാറിന്റെ ഒപ്പോട്ടാണ്. The serial is waste of time. Yes. I don't like serial. Yes. The story will just drag on. വലിച്ചു നിർത്താന്ന് സാറേ ആയിട്ട്. ഡ്രാഗിങ് ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഡ്രാഗ് ചെയ്യാന്ന് പറയും. യെസ്, വേണമെങ്കിൽ ഒരു 2-3 കൊല്ലത്തും വരെ ഇത് പോവാം. തുടങ്ങുമ്പോൾ ഉള്ള കഥയായിരിക്കില്ല പിന്നീട് കാണണം, പിന്നീട് വേറെ വഴിക്കായിരിക്കും പോകുന്നത്. യെസ്, ഓക്കെ. വെരി ഗുഡ്. നുസ്രത്ത്, യുവർ ഒബ്സർവേഷൻ ഇസ് വെരി ഗുഡ്. ഗാഥ. Yes, sir. ഓക്കെ, ഗാഥയുടെ അഭിപ്രായം പറയും. അത് കഴിഞ്ഞ് ഞാൻ ഫാത്തിമത്തിലേക്ക് വരാം. ഓക്കെ, ഫാത്തിമത്ത്, ഗെറ്റ് റെഡി. I am not agreed to TV serial show because serial can influence many family problems. Yes. Wasting time. Yes. My mother-in-law addicted to serial show. Yes. Many problem. Yes. Many problems in the family. Yes, sir. Waste of time. Okay, Gada. Very good. Sir. And sir, there are now serials in Malayalam that are filmed in the way that families cannot watch together. Yes. Can you say the name of that such a serial? Many serials, sir. കാരണം എന്റെ അമ്മൂമ്മ ഇതിന് അഡിക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ പഴയ ഇപ്പൊ എന്തുവാ സിനിമയിലെ ഈ ലവ് സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള സീനുകളും ഒക്കെയാണ് ഇപ്പം സീരിയൽസില്.
യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയിച്ച സീരിയല് ഇങ്ങോട്ട് മൊഴിമാറ്റം നടത്തുമ്പോഴൊക്കെയാണ് അങ്ങനെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് ഓക്കെ. ധാരാളമായിട്ട് ഹിന്ദി സീരിയൽസിനെ കോപ്പി ചെയ്യുന്നുണ്ട് ഇപ്പൊ. ആ, അത് ശരിയാണ്, കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഓക്കെ, ഇനി ആരാണ്? ഞാൻ ഫാത്തിമ. പറഞ്ഞോളൂ ഫാത്തിമ. I'm agree with the statement of Prem Kumar. Oh, very good. I don't like serial because I know it's waste of time and it's useless. Yes. Oh, very good. There is no good message to society. Yes. But the thing is, most of the people are addicted to serial and it's Yes. badly influenced the audience. Yes. Almost all serials content are same. It includes conflict between family, mother-in-law's fight, dowry, avihidam, etc. Okay, okay, okay. Correct. Content are same. Okay, okay. Very good. People try to copy them. Yes. In serial addicted family, the family problems are coming from only because of serial. Yes. Pinneenda. Okay, okay. Your observation is very good. Very good. Okay, 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 okay. Thank you, sir. പറയുന്നു ശ്രുതി പറഞ്ഞതിന് ശേഷം സീലോട്ട് ഞാൻ വരാം. ഓക്കെ, യെസ്. ഓക്കെ ശ്രുതി പറഞ്ഞോളൂ. നേരത്തെ ശ്രുതി വിളിച്ചപ്പോ കിട്ടിയില്ല, അതാണ് ശ്രുതി തിരിച്ചു വന്നത്. ഓക്കെ ശ്രുതി. സാർ, ഞാൻ ആദ്യമായിട്ടാണ് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയുന്നത്. അതെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ജീവിതത്തിൽ ഇനി വലിയ പ്രാസംഗികമായിട്ട് ശ്രുതി മാറി കഴിയുമ്പോൾ അത് പറയും. എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സീരിയലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മൈക്ക് ഓണാക്കി സംസാരിച്ചത്. അവിടെ നിന്നാണ് എന്റെ തുടക്കം എന്ന് പറയും. ഈവൺ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 1000 മൈൽ നമുക്ക് പോകണം. ദാറ്റ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. ഫസ്റ്റ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. യു ഹാവ് ടു wander 1000 miles, but it starts from a single step. ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നിന്നാണ് ആ സംഗതി ആരംഭിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ നമുക്കൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞ് തിരിച്ചു പറഞ്ഞാൽ മതി. പറഞ്ഞിട്ടുണ്ട് സാറേ. ഒരാള്, അദ്ദേഹം ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു കെമിസ്റ്റായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു വീട്ടിലിരുന്നിട്ട് ജോലി രാജിവെച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു സോപ്പ് ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകളുടെ ഒരു പേരും കൊടുത്ത് അദ്ദേഹത്തിന്റെ പഴയ ലാംബി സ്കൂട്ടറിൽ വെച്ച് കെട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ വീടുകളിൽ കൊണ്ടു കൊടുത്തു, സ്വന്തക്കാരുടെ വീടുകളിൽ. കുറച്ചു പേരൊക്കെ വാങ്ങിച്ച് നല്ലതാണെന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ആ കൂട്ടുകാരുടെ വീട്ടിലും സ്വന്തക്കാരുടെ വീട്ടിൽ അങ്ങനെ കൊടുത്തു. ആ പഞ്ചായത്തിൽ കൊടുത്തു, പിന്നെ ജില്ലയിൽ കൊടുത്തു. അങ്ങനെ 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 പിന്നീട് വന്ന് 90, 95 വന്നപ്പോൾ 300-400 കോടിയാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ടേൺ ഓവർ. അദ്ദേഹം ആ കെമിസ്റ്റിന്റെ പേരാണ് എന്ത്? നിർമ്മ. അദ്ദേഹത്തെ ആ നിർമ്മ വാഷിംഗ് സോപ്പ് ആൻഡ് നിർമ്മ. ഇന്നും അവർ ആ പരസ്യം മാറ്റിയിട്ടില്ല. ആ പരസ്യം, ആ പഴയ പരസ്യം, നിർമ്മ ആ പരസ്യം. ഓക്കെ. അപ്പൊ അന്ന് അദ്ദേഹം ആ സൈക്കിളിന്റെ അല്ലെങ്കിൽ ലാംബി സ്കൂട്ടർ അത് കെട്ടിവെച്ച് പോയത് കൊണ്ടാണ് അദ്ദേഹം വലിയൊരു കമ്പനിയുടെ ഓണറായിട്ട് മാറിയത്. യെസ്. അപ്പൊ അതുപോലെ 1000 miles we have to walk, but we have to start with a single step. ആ ഒരു സ്റ്റെപ്പ്, സിംഗിൾ സ്റ്റെപ്പ് ഇല്ലാണ്ട് പറ്റില്ല. യെസ്. ഓക്കെ. അപ്പൊ ശ്രുതി, ഡോണ്ട് വറി, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരിക്കും. ഡോണ്ട് വറി. ഓക്കെ. യെസ്. I don't agree with the opinion of Prem Kumar. Yes. I don't watch serials, but it's not very bad. Yes. It include also some positive things. Yes. For example, I had watched a serial named Parasparam in Asia. Yes. I like that serial. Okay. In that serial, the hero helped to the heroine to study and Yes. to get a job. Yes. So I prefer serial, not very bad. It's also Yes. include some positive things. ഓക്കെ. ഹൗ വി ലുക്ക് അല്ലെ, ഏതാണ് ശ്രുതി പറഞ്ഞത്. ഓക്കെ, ഡിഫറെന്റ് അഭിപ്രായം വന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാനിപ്പേ ശ്രുതി പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല, പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ച ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്.
സാധാരണ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ പള്ളിയിലെ അച്ഛന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് പ്രസംഗിക്കാൻ ഭയങ്കര പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ കഥയിലെ നായകനും ആദ്യമായിട്ട് ഒരു വൈദികനായി അതിന് ശേഷം പ്രസംഗിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു ഇടവകയിൽ വന്ന് ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള പ്രീസ്റ്റ് പുള്ളിയോട് പറഞ്ഞു, അടുത്ത സൺഡേ നിങ്ങൾ പ്രസംഗിക്കണോട്ടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, ഒരു പ്രസംഗം എഴുതി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് വായിച്ചു പഠിച്ചു. അത് തന്റെ മുറിയിലെ കണ്ണാടിയിൽ നോക്കി വളരെ മനോഹരമായിട്ട് പറഞ്ഞപ്പോ കുഴപ്പമില്ല, 10-15 മിനിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഓക്കെയാണ്. അങ്ങനെ ഞായറാഴ്ചയായി. അപ്പൊ ഞായറാഴ്ചയായിട്ട് പുള്ളി ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് വന്നു നിന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് വരി ഇതായിരുന്നു, ബിഹോൾഡ് ഐ ആം കമ്മിങ് എന്നായിരുന്നു ആ പ്രസംഗം തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് വരി. അതിന്റെ അർത്ഥം ഞാനിതാ വരുന്നു എന്നുള്ളൊരു വാചകമാണ്. ബൈബിളിലൊരു വാചകം എടുത്ത് പുള്ളി അത് കൊട്ടിയിട്ട് തുടങ്ങുകയാണ്, ബിഹോൾഡ് ഐ ആം കമ്മിങ്. യെസ്. അപ്പൊ പുള്ളി വന്ന് പ്രസംഗം ആരംഭിച്ചു. ആദ്യത്തെ വരി പറഞ്ഞു, ബിഹോൾഡ് ഐ ആം കമ്മിങ്. പിന്നീട് 10,000 പേര് പള്ളിയിൽ ഇരിപ്പുണ്ട്. അവരുടെ 2000 കണ്ണുകൾ നേരെ വന്ന് ഇപ്പൊ പുള്ളിക്ക് പഠിച്ചാണ് മറന്നുപോയി. പുള്ളിക്ക് പിന്നെ വരുന്നില്ല. ഒരു പ്രാവശ്യം കൂടി പുള്ളി അത് തന്നെ പറഞ്ഞു, ബിഹോൾഡ് ഐ ആം കമ്മിങ്. പക്ഷെ ബാക്കി വരുന്നില്ല. ഒരു പ്രാവശ്യം കൂടി പുള്ളി അത് തന്നെ പറഞ്ഞു, ആ വാചകം തന്നെ, എന്നിട്ടും വരുന്നില്ല. അപ്പൊ പുള്ളിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. പുള്ളി തൊട്ടു മുന്നിൽ മൈക്കിലൊന്ന് ബലം കൊടുത്ത് പിടിച്ചു. തലകറക്കത്തിന്റെ ആക്കം കൂടി പുള്ളി തലകറങ്ങി താഴെ വീണു. അപ്പൊ തൊട്ടു മുന്നിൽ ഒരു പ്രായമുള്ള സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ദേഹത്തേക്കാണ് വീണത്. പിന്നെ വണ്ടി വിളിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ആകെ അത് അലങ്കോലമായിട്ട് അവസാനിച്ചു. വൈകുന്നേരമായപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ചമ്മലായി. കാരണം ഒരു സ്ത്രീ അവിടെ കിടക്കുകയാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചെന്നൊന്ന് മാപ്പ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് പുള്ളി ഈ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രായമായ സ്ത്രീയുടെ പേരക്കുട്ടികളായ നല്ല സ്ട്രോങ് അടിമാടന്മാര് മുറിയിലുണ്ട്. പിന്നെ അവര് കൈകാര്യം ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അവര് മാറുന്ന സമയം വരുന്നു, പുറത്ത് മാറി നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അകത്തോട് ചെന്നിട്ട് ആ ചേട്ടത്തിയോട് പറഞ്ഞു, ചേട്ടത്തി ഒരു കയ്യബദ്ധം പറ്റിയതാണ്, അപ്പോ ഞാൻ കാരണമാണ് ചേട്ടത്തി ഇങ്ങനെ കിടക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അച്ഛൻ അതിന് കുറ്റക്കാരനല്ല, കുറ്റക്കാരൻ ആരാണ്? ഞാനാണ്. കാരണം അച്ഛൻ 3 പ്രാവശ്യം പറഞ്ഞു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു. പക്ഷെ എന്റെ നേരെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ 3 പ്രാവശ്യം പറഞ്ഞിട്ടും അവിടെ നിന്ന് മാറാതെ അവിടെ നിന്ന് ഞാനല്ലേ കുറ്റക്കാരി. അപ്പൊ അതുകൊണ്ട് അച്ഛൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ഇത് കഥയുടെ 1-ാം ഭാഗം. യെസ്. ഇനി ഇതിന്റെ ഒരു 2-ാം പാർട്ടുണ്ട്. ഞാൻ ഒരിക്കല് ഒരു തീരദേശത്തുകൂടെ വണ്ടി ഓടിച്ചു വന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇദ്ദേഹം പ്രസംഗിക്കുന്നു. ഇതേ ആള്. അപ്പൊ അവിടെ ഇഷ്ടം പോലെ ആളുകൾ കൂടിയിട്ടുണ്ട്. അവിടെ നിന്ന് പ്രസംഗിക്കുന്നു പുള്ളി. അപ്പൊ ഞാൻ ആലോചിച്ചു, വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം എന്തായിരുന്നു? അന്ന് പ്രസംഗിക്കാൻ പേടിച്ച മനുഷ്യനാണ്. പിന്നെ ഒരു തീരദേശ ആളുകൾ എന്തോ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം ഒരുമിച്ച് നിർത്തിയിട്ട് അവരോട് പ്രസംഗിക്കണം, വളരെ രസകരമായിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പൊ നേരത്തെ ശ്രുതി പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ ആദ്യത്തെയാണ്. ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ ആരംഭം. ചെന്ന് അവസാനിക്കുന്നത് വേറെ റേഞ്ചിലായിരിക്കും. ഇത് ഞാനൊരു എന്താ പറയാ, ഒരു ഇൻസ്പിറേഷന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഫൗസിയാണ് പറയണ്ട. ഫൗസി, ആർ യു റെഡി? പറഞ്ഞോളൂ. ഫൗസിയിലെ റഷീദിലോട്ട് വരാം, അത് കഴിഞ്ഞ് മേഖലയിലോട്ട് വരാം. ഓക്കെ. I prefer the Prem Kumar. Yes. Reason to normal people of serial actors. Serial actors chance to any other film star industry. Yes. Okay. Next. I don't like serials. This is not realistic. Just time pass series and your mind. Yes. ഇത്ര ഉള്ളൂ സാർ. വെരി ഗുഡ്. ഓക്കെ. പറഞ്ഞത് ഷോർട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് സ്വീറ്റ്. വെരി ഗുഡ്. യെസ്, റഷീദ വരും. മേഘന, റഷീദ വന്നോ? പറഞ്ഞോളൂ റഷീദ. Prem Kumar. Yes. The show has pure character development.
Yes. That acting the Prem Kumar is Yes. sub subtier. Sub, Yes. the Prem Kumar serial has a slow paced storyline. Yes. സാർ തെറ്റുണ്ടോ? അതൊന്നും കുഴപ്പമില്ല റഷീദ. റഷീദ ചിലപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ഒന്ന് സപ്പോർട്ട് ചെയ്ത്. Yes. Rashida. Yes, sir. Yes. Prem Kumar is to the melodramatic and over the top. Yes. The show lacks originality and creativity. Yes. Prem Kumar is a Prem Sir, Kumar is അത്രേ ഉള്ളൂ. Okay. റഷീദ പറഞ്ഞത് കുറച്ച് ഓക്കെ റഷീദ. ഓക്കെ ഇതൊക്കെ തുടക്കം വിചാരിച്ചാൽ മതി. മേഘന പറഞ്ഞോളൂ. Okay, sir. Sir, I don't know about the Prem Kumar, but I couldn't watch the serials. Even in my opinion, I'm going to say that the serial isn't great because it has a boring plot, sir, and over the top drama, and it is a unrelatable character, and the storyline is predictable, and we can making it hard to say it is engaged. Yes. And by watching serial with strong mother-in-law, characters can be entertaining, but sometimes the drama can feel it is relatable, or even though it is intense. Yes. And so, in my opinion, that's it, sir. Okay, very good. Okay, Meghana. Okay, very good English. Very good. I want to share one more thing. Yes. In every serial, there is a backboneless husband and a ruler wife. Yes. Okay. Okay, Fatima. Sir, Yes, and every serials have a useless father. Yes. That is a bad way of serials because in real life, in my opinion, the father plays a very big role in our family. Yes. So don't make the father a bad guy like this in serials. That's my opinion, sir. Okay, very good. Okay. Aguila, I respect your observation. Okay, very good. Yes, ഇനി ആരാണ്? ആതിര ബാലൻ, are you ready? ജ്യോതിലക്ഷ്മി, രണ്ടുപേരും കൂടിയുണ്ട്. യെസ്. അപ്പൊ ഞാൻ അവര് റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ റീജിയനോട്ട് വരുന്നത്. റീജയ്ക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരാമെന്ന് പറഞ്ഞതാണ്. റീജയ്ക്ക് അപ്പൊ റീജയ്ക്ക് ഒരു ചാൻസ് കൂടി തരികയാണ്. പറഞ്ഞോളൂ റീജ. I think, sir, not all serials give a negative message. It depends to how to choose a person in a serial. Yes. Sometimes our mothers or grandmothers, it helps the woman to be less engaged after long time work. Yes. And it helps to laugh or little bit providing information also. Yes. Not new generation serials, something old Jwalayai, like something like that. Then most of the serials depending on mythological serials. Ramayana, Mahabharata, it gives us to information, providing information. If we can't read the books, so we can't see the serials. Yes. So it give a visual effects. It's give full evidence to us how to done the all fights, something like. Yes. Mahabharatam, Jwalayai, Kanyamaryam. Yes. Most of the serials independent myth. So we can choose how to see a serial. Yes. How can we get the information from this? Okay. Sometimes in our society have a lot of problems. The serials give the main attention to related that problem. Okay. Very good. Rija. Kidnapping, something like that. Okay. So everything have negative or positive vibes. So it depends how to choose a person to see a serial.
Okay, very good, very good. The reason to see a serial. Yes, sir. Okay, That's it. okay, Rija, your observation. അവസാനം പറഞ്ഞ എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റീജ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാനിവിടെ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ റഷീദ. The dialogues in this serial are forced and unnatural. Yes. The passing. തെറ്റുണ്ടോ സർ? The passing is slow and the plot drags and unnatural. Yes. The serial relies too heavily on melodrama. Yes. The characters in serial are unrealistic and annoying. Yes. കഴിഞ്ഞു സാർ, ഇത്രേ ഉള്ളൂ. റഷീദയിലെ എന്താ പറയാ, ഒരു തെറ്റിപ്പോച്ചിട്ടാണ് ഞാനൊന്നും പറയാത്തത്. ഓക്കെ സർ. യെസ്. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചതാണോ എന്ന് അറിയാൻ പാടില്ല, ഒന്നുകൂടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് സുരമ്യക്ക് രണ്ടുപേരും പാടാൻ ഞാൻ അവസരം തരാമെന്ന് പറഞ്ഞിരുന്നു. Are you ready? Sir, ഏതൊരു പഴയ പാട്ട് മതിയെങ്കിൽ ഞാൻ പാടാം. Sir, after Surya, Agila will sing, sir. She's a good singer. Yes, sir. അഖില ഞാൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനസ്സിൽ. ഓക്കെ ഓക്കെ ഓക്കെ, അഖില ഉണ്ട്, അതിന് ജനറേഷൻ വരും. ഓക്കെ സുരമ്യ, യെസ്, തുടങ്ങിക്കോളൂ. കണ്ടു കണ്ടു കുതി കൊണ്ടു നിന്ന കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ, മഞ്ഞു പോലെ മഴ പെയ്തു നിന്നെ ഉറക്കാം ഉറക്കാം, കണി കണ്ടു കണ്ടു കുതി കൊണ്ടു നിന്ന കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സുരമ്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത് അഖിലയാണ്. അഖില, യുവർ ടേൺ. ഓക്കെ സാർ, ഞാൻ ചാന്തുപൊട്ടം എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു പാട്ട് പാടാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. വെള്ളവാവുള്ളൊരു രാവിലായിനി കൊച്ചുവള്ളം തുഴഞ്ഞു പോയാ, വെള്ളി വിതാനിച്ച വെള്ളാരം കല്ലുള്ള കൊട്ടാരമുറ്റത്തു ചേരാം, കടലമ്മയോടു നീ ചോദിക്കുമൊക്കെയും സമ്മാനമായി തന്നെ വാങ്ങാം, നീ തിരിച്ചിങ്ങോട്ടു പോരേണമെങ്കിലോ തീരത്തു കണ്ണാളു വേണം, നിന്നെ മോഹിച്ച പിന്നാളു വേണം, ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ. താങ്ക് യു സർ. ഓ, വെരി ഗുഡ്, വെരി അഖില, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ശരിക്കും ഇത് താങ്ക് യു സാർ, താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ 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 ഓക്കെ. ഇതിനകത്തൊരു ചിരി ഉണ്ടായിരുന്നില്ലേ? ഒരു ചിരിയോ ഒന്നുണ്ടായിരുന്നില്ല പാട്ടിന്റെ ഇടയ്ക്ക്? ഒരു ചിരിയോ? അതെ അതെ ഉണ്ട് സാർ. ഓക്കെ, ഞാനത് പ്രതീക്ഷിച്ചിരിക്കുന്നു കേട്ടോ. യെസ്, ഇത് ആക്ച്വലി ഇതൊരു നാടകമായിരുന്നു. ആ നാടകമാണ് പിന്നീട് ബെന്നി പി നായരമ്പലം എഴുതി ചേർത്തല ജൂബിലി ആയിട്ട് കളിച്ചിരുന്ന നാടകമായിരുന്നത്. അത് പിന്നീട് സിനിമയ്ക്ക് മാറ്റിയതാണ്. സിനിമയ്ക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ കഥയിൽ കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നു. അതാണ് ഈ ചാന്തുപൊട്ടായിട്ട് വന്നത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ നമുക്കൊരു ഹിന്ദി ഗായികയും കൂടിയുണ്ട്, ജനൂഷ. ജനൂഷക്ക് നമ്മൾ സമയം കൊടുത്തിരിക്കുകയായിരുന്നു ആലോചിക്കാനായിട്ട്. Yes, sir.
Okay. Sir, this song dedicated for all my friends. Yes. तू जो रूठा तो कौन हंसेगा, तू जो छूटा तो कौन रहेगा, तू चुप है तू, ये डर लगता है, अपना मुझको अब कौन कहेगा, तू ही वजह तेरे बिना बेवजह बेकार हूँ तेरे यार हूँ मैं. Thank you, sir. Okay, 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 Jerusha. Very good, very good, very good. Etinte ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവിടെ. ക്ലാസ്സിൽ Yes. ഒരാളുണ്ട് പാട്ട് പാടുന്നത്, റഷീദ. റഷീദ. എവിടെ റഷീദ? റഷീദ എവിടെ? No, sir, ഞാൻ പറഞ്ഞില്ല. ആ, yes, okay, okay. റഷീദ. പറഞ്ഞോളൂ. റഷീദിന്റെ കയ്യിൽ സ്റ്റോക്ക് പോരട്ടെ. സാർ അത് ഈ റഷീദ് അല്ല, വേറൊരു റാഷിദ ഫാഷിദ പിന്നെ ഗ്രീഷ്മയും അവരാന്ന് തോന്നുന്നു, അവരെന്താന്ന് തോന്നുന്നു. Okay, 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 okay. Very good, very good, very good, very good. Okay. അപ്പൊ ഞാനിപ്പോ നമുക്കൊരു കുറച്ച് സമയം കൂടി ഉള്ളൂ. ഞാൻ രണ്ടു സ്പെല്ലിംഗ് പറയാം. നിങ്ങളെ സ്പെല്ലിംഗ് ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് എഴുതുക, അകത്ത് എഴുതിയാൽ മതി കേട്ടാ. ഞാൻ പറയുന്ന സ്പെല്ലിംഗ്. ഓക്കെ. GCIMA. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. GCIMA. ഇതൊരു മിസ്പ്ലറ്റ് ആയ സ്പെല്ലിംഗ് ആണ്. നിങ്ങൾ കറക്റ്റ് ഓർഡറിലേക്ക് ആക്കണം. അതിന്റെ ഓർഡറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലൂ തരാം. ആദ്യത്തെ വേർഡ് എം ആണ്. എമ്മിൽ ആരംഭിച്ച ഇത് ശരിയാണ്. മാജിക്. മാജിക്. ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ വാചകത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ എം ആണ് കേട്ടോ. അതാണ് എന്റെ ക്ലൂ. നെക്സ്റ്റ് EYNOM. മണി. മണി. Okay, Roshni, Fatimat, Surya, it is called money. Okay, 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 okay. അടുത്തത് CHRAM. മാർച്ച് ആണ്. അമൃത, സുരമ്യ, ഓക്കെ. റഷീദ കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് മാർച്ച്. MARCH, മാർച്ച്. അടുത്തത് TCMAN. സോറി, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് പറ്റിപ്പോയി. TCMAH എന്നതാണ് പറഞ്ഞത്. എച്ച് എന്ന്. മാച്ച്. ഓക്കെ. കറക്റ്റ്. ഓക്കെ റഷീദ, കറക്റ്റ്. അടുത്തത് YM, വീണ്ടും MUM. I will repeat. മമ്മി. Yes, correct. It is called mummy. Yes. അടുത്തത് CUSIM. മ്യൂസിക്. Music. Correct. Okay. ഷീത, അടുത്തത് HNMTO. ഓക്കെ, അതിന കറക്റ്റ് ആണ്. മന്ത് അല്ലേ സാർ? മന്ത്. മന്ത്. ഓക്കെ.
അടുത്തത് TLEMA. Metal. കറക്റ്റ്. ഓക്കെ ജ്യോതിലക്ഷ്മി, മെറ്റൽ. ഓക്കെ. ഓക്കെ. യെസ്. അടുത്തവരോട് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. DIXEM. എക്സാം ആണോ സാറേ? DIX. എക്സാം ആണോ? എക്സാം അല്ല. Mixed. മിക്സഡ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പോ പറഞ്ഞോളൂ സാർ. ആ ലാസ്റ്റിന്റെ ഒന്ന് പറയാം. DIX. ഏതാണ് സാർ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലായിരുന്നു മിക്സഡ് ഉണ്ട്. അതിന്റെ സ്പെല്ലിംഗ് ആണോ വേണ്ടേ? ആ സാർ. എന്താ DIXEM ആണോ ME ആണോ? ഓക്കെ. ശ്രുതി എന്ന് പറഞ്ഞത് ഞാൻ അത് മടക്കി വെച്ചു. DIXEM. DIXEM. ഓക്കെ. യെസ്. MIXED ആണ് അതിന്റെ ആൻസർ വരുള്ളൂ. ഓക്കെ. ഇനി ആരാണ് ഇന്നത്തെ സൈൻ ഓഫ്? സൈൻ ഔട്ട് തനുജ. യെസ്. തനുജ ഇല്ല അത് ഉണ്ട് സാറേ. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. അല്ല തനുജ ഉണ്ടാന്ന് നോക്കി. ഒരു മിനിറ്റ് സാറേ. ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. നെറ്റ് പ്രോബ്ലം ഉണ്ടോ സംശയം നമുക്ക്. Today class jobs are sign out. സാറ് നല്ല ഡിബേറ്റ്സുകളാണ് നടത്തിയത്. എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. താങ്ക് യു ജോബ് സാർ. സൈൻ ഔട്ട്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അന്ന് നമുക്ക് ഗ്രാമറായിട്ട് കാണാം. ഓക്കെ. ഇന്നിപ്പോ അപ്രതീക്ഷിതമായിട്ട് വന്നതായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ. താങ്ക് യു സാർ. Thank you, sir. Thank you, sir. Thank you, sir.